വേദിയിലിരിക്കുന്ന വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യ ജബിന ഇർഷാദ്, മറ്റു നേതാക്കളെ, ഐതിഹാസികമായ ഈ സെക്രട്ടേറിയറ്റ് വളയിൽ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമര പോരാളികൾ, നമ്മുടെ രാജ്യത്തിൻ്റെ അധികാര ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാവുന്ന, സാമൂഹിക വിഭവങ്ങളുടെ വിതരണത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചേക്കാവുന്ന, ഭരണഘടനയുടെ പ്രയോഗത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാവുന്ന വളരെ ചരിത്രപരമായ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഇവിടെ ഇത്തരത്തിലൊരു സെക്രട്ടേറിയറ്റ് വളയൽ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തെ ദളിത് സംഘടനകളും മുസ്ലിം സംഘടനകളും ഈഴവ സംഘടനകളും ഉൾപ്പെടെ ഇവിടുത്തെ ഏതാണ്ട് 75-85% വരുന്ന പിന്നോക്ക സമൂഹങ്ങൾ അതിശക്തമായി ഇത്തരമൊരു ആവശ്യം ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘ് പരിവാറിനെതിരെ രൂപപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ വലിയൊരാവശ്യമായി ജാതി സെൻസസും ജനസംഖ്യാനുപാതിക സംവരണവും ഇടം പിടിച്ചിരിക്കുന്നതും ചരിത്രപരം തന്നെയാണ്. എന്നാൽ ഇത്തരത്തിൽ ഭൂരിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ ആവശ്യങ്ങളും മുറവിളികളും ഉണ്ടായിട്ടും ഈ സെക്രട്ടേറിയറ്റിനകത്തിരുന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ നേതൃത്വത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണിക്കും ഇതൊന്നും കേൾക്കാൻ കഴിയാത്ത, ഇതൊന്നും കാണാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് എന്നാണ് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ ബോധപൂർവം കേൾക്കാതിരിക്കുന്നതാണ്. കഴിഞ്ഞ 7 വർഷത്തെ ഇടത് സർക്കാരിന്റെ ഭരണത്തിൽ ഇവിടത്തെ പിന്നോക്ക സമൂഹങ്ങളുടെ 60% വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ഇടത് സർക്കാർ സ്വീകരിച്ച സമീപനങ്ങൾ, സമീപകാലങ്ങളിൽ വന്ന, അതല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ തന്നെ നടന്ന സമരങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂനപക്ഷ സമൂഹങ്ങളുടെ ഫണ്ട് ചെലവഴിക്കാത്ത, കഷ്ടപ്പെട്ട് പഠിച്ച് ഈ രാജ്യത്തെ ക്യാമ്പസുകളിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ദളിത് വിദ്യാർത്ഥികൾ കുറച്ച് ദിവസം മുമ്പ് സമരം ചെയ്തിരുന്നു. അവർക്ക് നൽകേണ്ട അർഹമായ ഫെലോഷിപ്പ് നൽകാത്തത് മൂലം ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ സ്വിഗ്ഗിയും
പാർട്ടിയുടെ സമര പാരമ്പര്യം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ പൗരത്വ ബില്ല് നടപ്പിലാക്കിയ സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒത്തുകളിച്ചുകൊണ്ട് നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കി. തൊട്ടടുത്തുള്ള പാളയ രക്തസാക്ഷി മണ്ഡപത്തിൽ ചെറിയൊരു സമര നാടകം നിർത്തി അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെ അവസാനിക്കുന്നതല്ല ഈ സമരം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ജനകീയ ഹർത്താൽ നടത്തിയ ഒരു പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഗവർണർ നിരന്തരമായി ഈ പൗരത്വ ബില്ലിനെതിരെ സംസാരിച്ചപ്പോ 2 ദിവസം ആ ഗവർണറെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കാതെ കേരള രാജ്ഭവൻ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 ദിവസം ഉപരോധിച്ച ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയുടെ സമര പോരാട്ടത്തെ നിങ്ങൾ വെല്ലുവിളിച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തെരുവുകളിൽ സമാനതകളില്ലാത്ത സമരത്തിന് നേതൃത്വം നൽകാൻ ഞങ്ങൾ ഉണ്ടാവും. ആ സമരത്തിന് കേരളത്തിലെ വിദ്യാർത്ഥി യുവതയുടെ എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് വെൽഫെയർ പാർട്ടി. നന്ദി.